ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ തന്നെയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു BB ക്രീമാണ്. ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. BB ക്രീം നമുക്ക് ഫൗണ്ടേഷൻ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാ ബ്രാൻഡുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ചിലതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പം അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഇത് സ്പിൻസിൻ്റെ ആണ് കേട്ടോ. സ്പിൻസ് എനിക്ക് തോന്നുന്നു അധികം എല്ലാവരും യൂസ് ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെ എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പലരും ഇച്ചിരി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ മെബലിൻ അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ ഒരു സ്പിൻസ് എന്ന് പറയുന്ന BB പ്രോ ആണ് കേട്ടോ. സ്പിൻസ് BB പ്രോ ഓൾ ഇൻ വൺ ഡെയിലി ക്രീമാണ്. സിൽക്കി സ്മൂത്ത് ഫോമുല. ഇതിൽ SPF ഉണ്ട് 20 PA+++. 01 ബീജാണ് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബീജ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ആദ്യമേ സിറവും മോയ്സ്ചറൈസറും ഇട്ടതിന് ശേഷമാണ് ഈ ഒരു BB ക്രീം ഇടുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. അല്ലാതെ കാഷ്വലി നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യമൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീനും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ലിപ് ബാമൊക്കെ ഇടും, അല്ലാതെ ഫേസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡെയിലി യൂസ് ചെയ്യാറില്ല. അപ്പം ഇതിൻ്റെ തന്നെ ഈ ഒരു സ്പിൻസിൻ്റെ BB പ്രോ ഓൾ ഇൻ വൺ ഡെയിലി BB ക്രീമും ഉണ്ട്. പിന്നെ അതിന് തന്നെ BB ടാൽക്കുമുണ്ട്. ഇത് നാച്ചുറൽ ബീജാണ്. ഇതും ബീജാണ് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഫോർ 2x ലോങ്ങർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്കിൻ കവർ സ്പോട്ട്സ് ബ്ലെമിഷസ് അങ്ങനെയൊക്കെ നമ്മുടെ സ്പോട്ട്സിനെയൊക്കെ കവറപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്രീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്താണ്. ഈസിലി നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. ചിലതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോഴത്തേനും മുഖത്തിൻ്റെ ഷെയ്ഡ് അങ്ങ് ഡാർക്ക് ആവുന്നത് കാണാം. ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൽ SPF ഒക്കെ ഉണ്ട്, പക്ഷേ 20 ഉള്ളൂ. അത് പോരാ. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് 50 എങ്കിലും വേണം. അപ്പം 50 ഉള്ള സൺസ്ക്രീൻ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. സിറം എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ്ലി സൺസ്ക്രീൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഇതിൻ്റെ മുകളിലായിരിക്കുമല്ലോ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിലെ ഗ്ലോ കുറേ നേരം നിൽക്കും നന്നായിട്ട്. ഞാൻ നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് വന്ന സമയത്തൊക്കെ ഇതിട്ടുകൊണ്ടാണ് വന്നത്. അപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ മുഖത്തിന് അങ്ങനെ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതല്ലാതെ ഒരു ഡൾനെസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ ഒരു സാധനം മാത്രമല്ല, വേറെ ഞാൻ മെബലിൻ്റെ എൻ്റെ കയ്യിലുണ്ട്, സ്റ്റുഡിയോയുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ മാറി മാറിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് അത്രയും ടൈം ഉണ്ടായിരുന്നെങ്കിലും നമുക്കൊരു ഡൾനെസ്സും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നില്ല. പെട്ടെന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു സിൽക്കി സ്മൂത്തായിട്ടുള്ള ഫോമിൽ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറയാം. ഭയങ്കര സ്മൂത്താണ് ക്രീം എന്ന് പറയുന്നത്. ഷൂ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത് പ്രോ ക്രീമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ക്രീമിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫൗണ്ടേഷൻ വേണ്ട, അതിന് പരമുള്ള സാധനം തന്നെയാണ്. ഇത് കണ്ടോ, ഇതാണ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഇതാണ്. ഈ ടോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഷെയ്ഡാണ് കേട്ടോ, ബീജ്. കണ്ടോ, നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ തന്നെ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത്, നാച്ചുറൽ ബീജ് ടാൽക്ക്. എത്ര പേര് പൗഡറൊക്കെ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ക്രീം എപ്പോഴും യൂസ് ചെയ്യാറൊന്നുമില്ല. ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ കുറച്ച് ഓയിലി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു ടാൽക്ക് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ സെബാബിൻ്റെ പൗഡർ ആയിരിക്കും ഇടുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം മാറ്റിയിട്ട് ചിലപ്പം ഒന്നും ഇല്ലാതെയും ഞാൻ ഒരു സൺസ്ക്രീൻ പോലും ഇടാതെയും പുറത്ത് പോകാറുണ്ട്. ഈവനിങ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അല്ല ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പണി കിട്ടും. നമ്മൾ ചെയ്ത സ്കിൻ കെയർ ഒക്കെ വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നൈറ്റ് ടൈമിലോ വെളുപ്പിൻ്റെ സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ ഞാൻ ഒന്നും ഇടാതെ പോകാനായിട്ടാണ് എനിക്കിഷ്ടം. ചുമ്മാ ഒരു ലിപ് ബാം മാത്രം തേച്ചിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ പോകാനാണ് എനിക്കിഷ്ടം. അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, നമുക്ക് ട്രൈ ചെയ്യാം. വളരെയധികം റേറ്റ് കുറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഓൺലൈനിൽ മാത്രമല്ല, കടകളിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.